വാഴ ടു ബയോപിക് ഓഫ് എ മില്യൺ ബ്ലോഗ്സ് എനിക്കിത് ഫസ്റ്റ് പാർട്ടിനേക്കാൾ നല്ല രീതിയിൽ വർക്കായിട്ടുള്ള ഒരു കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ ഫിലിമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് പറയുമ്പോൾ ഒരുപക്ഷെ സ്പോയിലേഴ്സ് ഉണ്ടായേക്കാം. സോ സിനിമ കാണാത്ത ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ സ്പോയിലേഴ്സ് അഹെഡ് ആൻഡ് റിവ്യൂ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ DCP ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. വാഴ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് പാർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് പാർട്ട് റിലീസായ സമയത്ത് വാഴ എന്ന് പറഞ്ഞൊരു സിനിമ അത് ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള കുറേ ആളുകളുണ്ട്. അതായത് ഫാൻ ബേസ് ഉള്ള വലിയ ആൾക്കാരുടെ സിനിമയാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേ ഒന്നും ഈ സിനിമ കണ്ടില്ല. പിന്നീട് എൻ്റെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് വാഴ എന്നുള്ള സിനിമയുടെ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ സമയത്ത് എനിക്ക് ഹാഷിറിനെ പോലും അറിയില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം അൽഗോരിതത്തിലൊന്നും ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊന്നും ആ സമയത്ത് വരില്ലായിരുന്നു. അപ്പോൾ ഹാഷിറിനെ അറിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ അത്യാവശ്യം മൂക്ക് കിട്ടിയതായിരുന്നു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ. പിന്നീട് സിനിമ കണ്ടു. സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ ഹാഷിറിനെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ പിന്നെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം ടാലൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ടാലൻ്റാണ് വാഴ 2-ൽ എനിക്ക് എടുത്തു പറയാനുള്ളത്. കാരണം വാഴ ഫസ്റ്റ് പാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകളുടെ അഭിനയം വളരെ മീഡിയോക്കർ ആയിട്ടുള്ളതായിരുന്നു. മീഡിയോക്കർ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ താഴെയുള്ള രീതിയിലുള്ള പെർഫോമൻസും നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ വാഴ 2-ലേക്ക് വരുമ്പോൾ ഇതിനകത്ത് എഴുത്ത് വീക്ക് തന്നെയാണ്. വാഴയിലും വാഴ 2-ലും എൻ്റെ റൈറ്റിംഗ് സൈഡ് നല്ല രീതിയിൽ വീക്കാണ്. പക്ഷേ ഈ പെർഫോമൻസും ഉണ്ട്, അതിൻ്റെ എഡിറ്റിങ്ങും ഉണ്ട്, പിന്നെ അതിൻ്റെ BGM കൊണ്ടൊക്കെ നല്ല രീതിയിൽ അത് കവറായി വന്നിട്ടുണ്ട്. അതിൽ പെർഫോമൻസിൻ്റെ കാര്യം എടുത്ത് തന്നെ പറയണം. പിന്നെ ഇതിൽ ക്യാരക്ടർ ഹാഷിർ എന്ന് പറയുന്ന ക്യാരക്ടർ, ഹാഷിർ എന്ന് തന്നെയാണ് പേര്, ആ ക്യാരക്ടർ കൊടുത്തിരിക്കുന്ന ചില 2-3 നുവാൻസസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തോന്നി. കാരണം ഉമ്മാക്ക് പ്രസവ വേദന വരുമ്പോൾ ബാക്കി എല്ലാവരും എന്താവും എന്നുള്ളൊരു ആശങ്കയിൽ നിൽക്കുമ്പോൾ ഇവന് മാത്രം സന്തോഷമാണ് ഉമ്മാക്ക് പ്രസവ വേദന വന്നു എന്നുള്ളത്. അത് തന്നെ പിന്നീട് വീണ്ടും വരുന്നുണ്ട്. അതായത് ക്ലാസ്സിൽ ഓരോരുത്തരുടെ പ്രണയം പൊക്കുമ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്ത് ഇവന് മാത്രം സന്തോഷമാണ്. കാരണം ഇവൻ അപ്പോഴാണ് ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. പിന്നെ ചെറുപ്പത്തിൽ അതായത് വീട്ടിലെ ഏറ്റവും മുതിർന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടി, അതായത് അനിയനും അല്ലെങ്കിൽ അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ നോക്കണം, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ നിൻ്റെ അനിയനെ നോക്കേണ്ട നീയല്ലേ എന്നുള്ളത് അത് പിന്നീട് വലുതാകുമ്പോഴും ആ രീതിയിലൊന്നും അപ്ലൈ ആയി വരുന്നു. ആ രീതിയിലുള്ള ഒരു ക്യാരക്ടർ ആർക്ക് രീതിയൊക്കെ രസമായിട്ട് തോന്നി. അതായത് ഫസ്റ്റ് ഹാഫിൽ അതിനകത്തൊരു തിയേറ്റർ സീൻ ഉണ്ട്. അപ്പോൾ ആ തിയേറ്റർ സീനിൽ വരുന്നിരിക്കുന്ന നമ്മുടെ വർക്കായിരിക്കുന്ന ഹ്യൂമറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു വന്നിരിക്കുന്നത്. പിന്നെ അതിനകത്തുള്ള ഒസാൻ്റെ സീൻ വരുന്നതിന് മുമ്പ് അതൊരു VCD പ്ലെയർ സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ VCD പ്ലെയർ സീൻ വരുമ്പോൾ ഇതെന്താണ്, ഇത് ഏതാണ് കാലഘട്ടം എന്ന് സ്വാഭാവികമായിട്ട് ഉള്ളിൽ തോന്നും. കാരണം ഈ ലൂസിഫർ ഇറങ്ങിയ ഫസ്റ്റ് ഡേ ആണല്ലോ നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അപ്പോൾ ലൂസിഫറിൻ്റെ കാലത്തിൽ എത്രയോ കാലം മുമ്പ് VCD എന്നുള്ളത് ഒരു പുരാവസ്തുവായി മാറി. ഈ VCD പ്ലെയർ എന്ന് പറയുന്നത് കണ്ടുവിട്ടുപോലുമില്ല. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ ഒരു CD, അതായത് VCD ഡിസ്ക് ഉണ്ടല്ലോ, ആ ഡിസ്ക് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക VCD പ്ലെയർ പ്രവർത്തിപ്പിച്ചിട്ടുണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ്. ഇത് ഏത് കാലഘട്ടം എന്ന് സ്വാഭാവികമായിട്ടും മനസ്സിൽ വരും. പക്ഷേ അപ്പോൾ അപ്പോൾ ഇതെന്താണെന്ന് ചിന്തിക്കുമ്പോഴേക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സീക്വൻസ് ആണ്. കാരണം പുതിയ ജനറേഷനിലെ പിള്ളേർക്ക് VCDയുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതി വേറെ സീക്വൻസും കാര്യങ്ങളായിട്ട് വരും. പക്ഷേ അതിനുശേഷം വന്ന ഒരു സീൻ എന്ന് പറയുന്നത് ഒരു ഒസാൻ്റെ സീനാണ്. അപ്പോൾ ഈ ഒസാൻ എന്നൊക്കെ പറയുന്നത് ഏത് കാലഘട്ടമാണ്? ആക്ച്വലി എനിക്കിപ്പോൾ 35 വയസ്സായി. അതായത് 35 വയസ്സപ്പോൾ എൻ്റെ ഈ സുന്നത്ത് എന്ന് പറയുന്നത് അതൊക്കെ തന്നെ അന്നത്തെ കാലത്ത് തന്നെ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഒസാൻ അതൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറച്ച് റീൽസ് ഉണ്ട്. ഒസാൻ പിന്നെ സുന്നത്ത് കഴിഞ്ഞ് കിടക്കുന്ന ആളുടെ ആ ഒരു തുണി നോക്കുന്നത്, അതായത് വയറ് കാണാൻ വരുന്നതെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾ എൻ്റെ വയറ് കൊണ്ടുവന്നു പെൺകുട്ടികളൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ കുറച്ച് ഇൻസ്റ്റാഗ്രാം റീൽസ് ഉണ്ട്. അതൊക്കെ ഇൻസ്പയർ ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് സീക്വൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അറിയാം ഈ വാഴ എന്ന് പറയുന്ന സിനിമ തന്നെ ആക്ച്വലി ഈ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കുറേ സംഭവങ്ങൾ അത് തന്നെ കോമഡിക്കും അതേപോലെ ഇമോഷൻസിനും ഈ ഇൻസ്റ്റാഗ്രാം റീൽസിനകത്ത് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അത് അൽഫോൺസ് പുത്രൻ്റെ ക്യാരക്ടർ ഒരു ന്യൂജൻ അഡ്വൈസ്, ഉപദേശം, കുറേ കാര്യങ്ങൾ, അത് രക്ഷിതാക്കൾക്ക് ഉപദേശമുണ്ട്, അധ്യാപകർക്ക് ഉപദേശമുണ്ട്, കുട്ടികൾക്ക് ഉപദേശമുണ്ട്, ഒരു പോലീസുകാരനായിട്ട് വന്ന സൊസൈറ്റിയിൽ നിൽക്കുന്നത് ഡ്രഗ്സ് യൂസേജ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊരു എന്താ പറയുക ഒരു സർഫേസ് ലെവലിൽ പോകുന്നു എന്നല്ലാതെ വളരെ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. അത് വാഴ ഫസ്റ്റിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വളരെ ഡീപ്പായിട്ടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, പിന്നെ ഇതിൻ്റെ ജോണർ അങ്ങനെയല്ല. സോ നമുക്ക് ഒരു പരിധി കൊടുത്ത് നമുക്ക് ആവശ്യപ്പെടാനും പറ്റില്ല. പെർഫോമൻസ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാഷിർ ആൻഡ് വിനായക് ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു. കാരണം ഒരു ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ടാണ് അവർ വരുന്നത്. ആ രീതിയിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. അത് വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇതിൻ്റെ ഇമോഷണൽ സീക്വൻസും കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നതിനേക്കാൾ ഭംഗിയായി ചെയ്തു എന്നൊക്കെ പറയുമല്ലോ, ഒരു പരിധി പോലെ തോന്നി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലെ എഴുത്ത് എന്ന് പറയുന്നത് വിപിൻ ദാസ് എഴുതുന്ന മിക്ക സിനിമകൾക്കും ഇതുപോലെ ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് ഇമോഷൻ്റെ ആ ഒരു സംഭവം സ്ട്രെച്ച് ചെയ്ത് നമ്മൾ 1.5 മിനിറ്റ് റീൽസിലൊക്കെ കാണൂല, അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ എന്നുള്ള രീതിയിലാണ് പുള്ളി എഴുതി വെക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് കണ്ട് അതിൻ്റെ വാശിപ്പുറത്ത് ദുബായിലെത്തിയ ഒരാളാണ്. അപ്പോൾ ദുബായിലെത്തിയ ഒരാൾ ചേട്ടൻ കഥാപാത്രം പറയുകയാണ്, ആ മെസ്സേജ് നീ വായിക്കേണ്ടത് ഇങ്ങനെയല്ല, ഇത് വേറെ രീതിയിലാണ് വായിക്കേണ്ടത്. അത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചറിവ്, ഈ സീക്വൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു റീൽസിൽ വരുന്നത് ആ ഒരു ഇമോഷൻ പുള്ളി ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ രവീന്ദ്രൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ഒരു വെള്ളോടി സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വെള്ളോടി സീക്വൻസിന് വേണ്ടിയാണ് ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ കാസ്റ്റ് ചെയ്ത പോലെയാണ് വരുന്നത്. കാരണം ആ സീൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സിനിമയ്ക്കൊന്നും വരാനില്ല. അതുപോലുള്ള കുറേ ഇൻസ്റ്റാഗ്രാം കൈൻഡ് ഓഫ് സ്റ്റഫ് ഈ പടത്തിൽ കുത്തി നിറച്ചിട്ടുണ്ട്.
പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അലൻ, അനിൻ, വിനായക്, ഹാഷിർ ഇവരൊക്കെ ഈ ലൈഫ് എന്ന് പറയുന്ന റിയാലിറ്റി ഇത് തിരിച്ചറിയുന്ന കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് വരുന്ന ഇമോഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സംഭവങ്ങൾ എക്സ്റ്റൻഡഡ് വേർഷനായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണെങ്കിൽ പോലും ഇവരുടെ ഈ പെർഫോമൻസ് കൊണ്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ലൈഫ് എന്ന് പറയുന്ന റിയാലിറ്റി നേരിടേണ്ടി വരുന്ന നായകന്മാരുടെ കഥയാണ്. ഇത് വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് അത്യാവശ്യം ഹ്യൂമർ കൊണ്ടും ഇമോഷൻസ് കൊണ്ടും പിന്നെ ക്യാരക്ടർ ആർക്ക് കൊണ്ടും നല്ല രീതിയിലൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറവുകളുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോഴാണ് വാഴ ഫസ്റ്റ് പാർട്ടിലുള്ള നമ്മുടെ വാഴ പിള്ളേരുണ്ടല്ലോ അവരെ കാണിക്കാൻ വേണ്ടി ഒരു ആക്ഷൻ സീക്വൻസ് വരുന്നുണ്ട്. ഏയ് ബനാന എന്ന് പറയുന്ന ആ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി തിയേറ്ററിൽ നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ടായിരുന്നു. കാരണം ആ പാട്ട് പിന്നെ ജോമോൻ ജോദറിനെ കാണാൻ നല്ല രീതിയിൽ മാസമായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടോ. ആ പുള്ളിയുടെ ഒരു ആക്ഷൻ കാര്യങ്ങളൊക്കെ അത് കൊള്ളായിരുന്നു. അതിൻ്റെ ആ എടുത്തിരിക്കുന്ന ഷോട്ട്സ്, ക്യാമറ ആംഗിൾ, പിന്നെ ആ ഒരു പാട്ട് എല്ലാം നൈസായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ലൈഫ് എന്ന് പറയുന്ന റിയാലിറ്റി അതൊരു നിസ്സാര കാര്യമല്ല. അത് റിയലൈസ് ചെയ്തു വരുന്ന നായകന്മാരുടെ അവരുടെ കഥ പറയുമ്പോൾ അവരുടെ ഇമോഷൻസ് എല്ലാം പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ആ ഇമോഷൻ അവിടെ വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു സീക്വൻസ് വരുന്നു. ഈ ഒരു സീക്വൻസ് വന്നാലും ഇല്ലെങ്കിലും കഥയ്ക്കോ അല്ലെങ്കിൽ വേറെ കഥാപാത്രങ്ങൾക്കോ ഒന്നും വരാനില്ല അവിടെ. അവിടെ പെട്ടെന്ന് ഈ ഒരു നല്ല ബീറ്റിലുള്ള ഏയ് ബനാന എന്ന് പറയുന്ന പാട്ട് വരുന്നു, ഒരു ആക്ഷൻ സീക്വൻസ് വരുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ഈ ഇമോഷൻ അവിടെ ഡൈല്യൂട്ട് ആവുകയാണ്. എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ ഭൂരിപക്ഷം ആളുകൾക്കും ആ ഒരു പോർഷൻസ് ഇഷ്ടപ്പെട്ട ആളുകളായിരിക്കും നിങ്ങൾ. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് തീരെ ആ ഒരു സംഭവം വന്നില്ലായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമോഷണൽ നോട്ടിൽ എനിക്ക് ഇത് മൊത്തം ഡൈല്യൂട്ടായി പോകേണ്ട ഒരു അവസ്ഥയാണ് അവിടെ കാണേണ്ടി വന്നത്. അങ്ങനെ മൊത്തത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് വാഴ 2 എന്ന് പറയുന്ന സിനിമ. പുതിയ സംവിധായകരാണ്, പുതിയ നായകന്മാരാണ്. പക്ഷേ ഇവരുടെ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നില്ല. ഒരു എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ എടുത്ത പോലെ തോന്നും. ആൻഡ് സംവിധായകന്റെ പേര് പെട്ടെന്ന് ശ്രദ്ധിക്കും. സവിൻ സാ എന്നാണ് പേര്. അപ്പോൾ ഈ സാ എന്നുള്ള ഒരു ഇനീഷ്യൽ അത് കണ്ടപ്പോൾ ഈ പാരഞ്ജിത്ത് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, പാരഞ്ജിത്ത്, റാ പാർത്ഥിബൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തമിഴ് എന്ന് പറയുന്ന ലാംഗ്വേജ് അതിന് പ്രയോറിറ്റി നൽകാൻ വേണ്ടി ഈ ഇനീഷ്യൽസ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ഇനീഷ്യൽസ് ഒഴിവാക്കിയിട്ട് എന്താണോ അച്ഛൻ്റെ പേര് അതിൻ്റെ ആദ്യത്തെ ലെറ്റർ വെക്കുന്നുണ്ടാവും. അതുപോലെ സ എന്ന് വെച്ചാണോ എന്നറിയില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ഒരു വെള്ളത്തിൽ കലക്കി കുടിക്കുന്ന പോലെ ഒരു സീനുണ്ട്. ആ സീൻ എടുത്തു വെച്ചിരിക്കുന്നത് അതിനുശേഷമുള്ള വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആക്ഷൻ, ആ ആക്ഷന് കൊടുത്തിരിക്കുന്ന BGM, ആ BGM തുടങ്ങി അതിൻ്റെ ഷോർട്സ്, അതിൻ്റെ കട്ട്സ് ഇതൊക്കെ വരുന്ന കാണുമ്പോൾ തന്നെ ഒരു ഹീറോയിക് പരിവേഷം ഉണ്ട് അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമയിൽ ഡ്രഗ്സിനെതിരെ, അതായത് അൽഫോൺസ് പുത്രൻ്റെ ക്യാരക്ടറും പിന്നെ അതിനകത്ത് മെയിൻ നായകന്മാരിലെ ഒരാളായിട്ടുള്ള ഹാഷിറടക്കം ഡ്രഗ്സ് ഉപയോഗിക്കരുത്, പല പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ സീക്വൻസിനേക്കാളൊക്കെ കൂടുതൽ ഒരു റെസ്പോൺസ് കിട്ടിയിരിക്കുന്നതെല്ലാം ഈ ആക്ഷൻ സീനും പിന്നെ ഇവർ കുടിക്കുമ്പോൾ ആ ഹൈവ എന്നുള്ള രീതിയിലൊക്കെ കുറേ ജെൻസി കുട്ടികളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിലാണ് ഈ സിനിമയിൽ പ്രോപ്പർ പാരൻ്റൽ ഗൈഡൻസിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ പാരൻ്റൽ ഗൈഡൻസിൻ്റെ കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കുട്ടികളായിട്ട് കാണാൻ പോകുമ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടേഴ്സ് അവർ കാണിക്കുന്ന കുറേ സംഭവങ്ങൾ ഹീറോയിസുമായിട്ടായിരിക്കും സിനിമയിൽ കാണിക്കുന്നത്. പക്ഷേ അതല്ല അതിൻ്റെ റിയാലിറ്റി എന്ന് സിനിമയിൽ പറയും. പക്ഷേ സിനിമയിൽ ഏറ്റവും നല്ല സ്റ്റൈലിഷ് ആയിട്ട് കാണിക്കുന്നത്, കാരണം ഇതല്ല അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ഡയലോഗിൽ ഒതുങ്ങുന്നതാണ്. ബാക്കിയുള്ളതെല്ലാം സിനിമ എന്ന് പറയുന്നത് അറിയാലോ, ആ ഒരു ആക്ഷൻ, ആ ഒരു സെറ്റ് പീസസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓക്കെ ഈ ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ എന്നുള്ള രീതിയാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. പ്രോപ്പറായിട്ടുള്ള പാരൻ്റൽ ഗൈഡൻസ് ഇതുപോലുള്ള സിനിമകൾക്ക് അത്യാവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ പാരൻ്റൽ ഗൈഡൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെക്കേഷൻ കാലത്ത് കുട്ടികളൊക്കെ ആയിട്ട് പോയി അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് വാഴ 2.